പോകുന്നത് വേവ്സ് എന്ന ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. The first question is, what is the distance between two consecutive nodes? അതായത് രണ്ട് നോട്ട്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആണ്. അപ്പോൾ സീറോ ആംപ്ലിറ്റ്യൂഡ് വരുന്ന കേസിൽ ഓരോ നോട്ട്സ്, അതായത് രണ്ട് നോട്ട്സ് എടുത്താൽ അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി λ/2. അതായത് x = n λ/2 ആണ്. എന്നിൻ്റെ വാല്യൂസ് 0, 1, 2, 3 അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ കേസിൽ രണ്ട് നോട്ട്സിനിടയ്ക്ക് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ആൻറ്റി നോട്ട്സ്? The next question is, what is the distance between consecutive node and anti-node? അതായത് ഒരു നോഡിനും ആൻറ്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻറ്റി നോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്, ദെൻ മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നതാണ് നോഡ്. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഇടയിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? λ/4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In the case of a string clamped at both the ends, what is the ratio of the frequencies of different modes? അതായത് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ രണ്ട് സൈഡിലും ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് മോഡ്സിൽ ഉണ്ടാവുന്ന റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ്. അപ്പോൾ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസിന് എങ്ങനെ എഴുതാം? ν1 ν2 ν3 എക്സെട്ര ν(n). ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1:2:3 എക്സെട്ര n. The next question is, in the case of a string clamped at both the ends, how many antinodes are there in the nth mode? അതായത് ഒരു സ്ട്രിങ് നമ്മൾ രണ്ട് സൈഡിൽ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര ആൻറ്റിനോട്ട്സ് ഉണ്ടാവും, അതായത് nth മോഡിൽ എത്ര ആൻറ്റിനോട്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര ആൻറ്റിനോട്ട്സ് ഉണ്ടാവും? യെസ്, ദാറ്റ് ഈസ് n ആൻറ്റിനോട്ട്സ്. nth മോഡിൽ അതിന് n ആൻറ്റിനോട്ട്സ് ഉണ്ടാവും. ഓക്കെ, the next question is, what is the frequency of the nth mode in the case of a closed pipe? അതായത് ഒരു ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ nth മോഡിൽ ഉണ്ടാവുന്ന ഫ്രീക്വൻസി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഫ്രീക്വൻസി ഓഫ് nth മോഡ് ν(n) = 2n - 1 × ν1. അതായത് ν(n) = 2n - 1 × ν1 ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the case of a closed pipe, what is the ratio of frequencies? ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ. അതെങ്ങനെ വരാം? ν1 ν2 ν3 എന്ന് പറഞ്ഞാൽ 1:3:5. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്, ഹൗ മെനി നോഡ്സ് ആർ ദർ ഇൻ ദ nth മോഡ്? അതായത് ഒരു ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ എത്ര നോഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് nth മോഡിൽ എത്ര നോഡ്സ് ഉണ്ടാവും? n നോഡ്സ് ആണ്. ഓക്കെ, അടുത്ത കേസിൽ, ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്, ഹൗ മെനി ആൻറ്റിനോട്ട്സ് ആർ ദർ ഇൻ ദ nth മോഡ്? അതായത് nth മോഡിൽ എത്ര ആൻറ്റിനോട്ട്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? n ആൻറ്റിനോട്ട്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, റൈറ്റ് ഡൗൺ ദ ഫോർമുല ഫോർ ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്. അതായത് ഒരു ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. എന്താണ് ഇക്വേഷൻ? ക്ലോസ്ഡ് പൈപ്പാണ്, അതുകൊണ്ട് n വിൽ ബി ഈക്വൽ ടു v/4l, where v is the velocity. That is, n is equal to v/4l. That is the equation for finding the fundamental frequency of a closed pipe. The next question is, in the case of an open pipe, what is the frequency of the nth mode? അതായത് ഒരു ഓപ്പൺ പൈപ്പിൽ nth മോഡിൻ്റെ ഫ്രീക്വൻസി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ν(n) will be equal to n into ν1. That is, ν(n) is equal to n into ν1. That is the equation. The next question is, in the case of an open pipe, how many antinodes are there in the nth mode? അതായത് ഒരു ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ ഹൗ മെനി ആൻറ്റിനോഡ്സ് ആർ ദർ ഇൻ ദ nth മോഡ് എന്നാണ് ക്വസ്റ്റ്യൻ. nth മോഡിൽ എത്ര ആൻറ്റിനോഡ്സ് ഉണ്ടാവും? യെസ്, ദാറ്റ് ഈസ് n+1 ആൻറ്റിനോഡ്സ്. അതായത് ഓപ്പൺ പൈപ്പിൻ്റെ കേസാണ് പറയുന്നത്. ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ n+1 ആൻറ്റിനോഡ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, what is the fundamental frequency of the air column in an open pipe? അതായത് ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ ഉണ്ടാവുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ്?
എന്താണ് ഇക്വേഷൻ? ഓപ്പൺ പൈപ്പിൻ്റെ കേസിലാവുമ്പോൾ n is equal to v/2l. അതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അതായത് n is equal to v/2l. ഓക്കെ. Now we can move to the next question. In transverse wave, vibrations are dash to the direction of propagation. അതായത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്? അതായത് രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താണ് പറയുക? ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത്. ഓക്കെ, ലാംഡ. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്സ് ഈസ് വേവ് ലെങ്ത് ലാംഡ. Now we can move to the next question. What is the distance between two consecutive compressions or rarefactions? അതായത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് കംപ്രഷൻസിനിടയ്ക്ക് അല്ലെങ്കിൽ രണ്ട് റയർഫാക്ഷൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിന് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് വേവ് ലെങ്ത്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ റയർഫാക്ഷൻസ് ഈസ് ദ വേവ് ലെങ്ത് ലാംഡ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് എ നൈബറിങ് റയർഫാക്ഷൻ? അതായത് ഒരു കംപ്രഷനും അതിൻ്റെ തൊട്ടടുത്തുള്ള റയർഫാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് രണ്ട് കംപ്രഷൻസിനിടയ്ക്കാവുമ്പോൾ അത് ലാംഡയാണ് വരുന്നത്. ഇതിന് ഇടയ്ക്കല്ലേ ഒരു റയർഫാക്ഷൻ വരിക? ഒരു കംപ്രഷൻ ഒരു റയർഫാക്ഷൻ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ്? λ/2 അല്ലേ? അതായത് ഹാഫ് എ വേവ് ലെങ്ത്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a compression and the neighboring rarefaction. Next question is what type of wave is the sound wave through air? അതായത് സൗണ്ട് വേവ് ഏത് ടൈപ്പ് വേവിന് എക്സാമ്പിളാണ്? ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ദാറ്റ് ഈസ് സൗണ്ട് വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് ദ വേവ് ഓൺ സർഫസ് ഓഫ് വാട്ടർ? അതായത് വാട്ടർ വേവ്സ് ഏത് ടൈപ്പ് വേവ് ആണ്? സോ ദാറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. So the water waves are transverse waves. Okay, hope it is clear to you. The rest of the question we can discuss in the next video. We can conclude the video. If you like my video, please like, share and subscribe. Thanks for watching.